وما جعله الله إلا بشرى لكم ولتطمئن قلوبكم به وما النصر إلا من عند الله العزيز الحكيم ليقطع طرفا من الذين كفروا أو يكبتهم فينقلبوا خائبين وما جعله അള്ളാഹു ഇതിനെ ആക്കിയിരിക്കുന്നത് ഇല്ലാ ബുശ്റാലക്കും നിങ്ങൾക്ക് സന്തോഷവാർത്തയെന്നോണം മാത്രമാണ് വലിതത്മഇന്ന ഖുലൂബുകും ബിഹി ഇതിലൂടെ നിങ്ങളുടെ മനസ്സുകൾ സമാധാനപ്പെടുന്നതിനുമാണ് വമൻ നസ്റു തീർച്ചയായും സഹായം ഇല്ലാ മിൻ ഇൻദില്ലാഹിൽ അസീസിൽ ഹകീം തന്ത്രജ്ഞനും പ്രതാപശാലിയുമായ അല്ലാഹുവിന്റെ ഭാഗത്തു നിന്നും തന്നെയാണ് ليقطع طرفا من الذين كفروا ഇതിലൂടെ അള്ളാഹു നിഷേധികരുടെ ഒരു ഭാഗത്തെ മുറിച്ചു മാറ്റുന്നതാണ് ഔ യക്ബിതഹും അല്ലെങ്കിൽ അവരെ നിന്ദിക്കുന്നതാണ് ഫയൻഖലിബു ഖായിബീൻ അങ്ങനെ അവർ നിരാശപ്പെട്ട് മടങ്ങുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ബദർ രണാങ്കണത്തിൽ മലക്കുകളെ ഇറക്കി സഹായിക്കുകയുണ്ടായി. അല്ലാഹു ഈ ആയത്തുകളിൽ ആദ്യം പറയുന്നു, അള്ളാഹുവിന് നിങ്ങളെ സഹായിക്കാൻ മലക്കുകളെ ഇറക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ യഥാർത്ഥ സഹായി അള്ളാഹുവാണ്. കുൻ ഫയകൂൻ, അള്ളാഹു ഒരു കാര്യം തീരുമാനിച്ചാൽ അതങ്ങനെ തന്നെ നടക്കും. പിന്നെ അള്ളാഹു മലക്കുകളെ ഇറക്കിയത് നിങ്ങളുടെ മനസ്സുകളെ സമാധാനിപ്പിക്കാൻ വേണ്ടിയാണ്. വമാ ജഅലഹു അല്ലാഹു ഇല്ലാ ബുശ്റാ ലക്കും, നിങ്ങളറിയണം യഥാർത്ഥ സഹായം അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നുമാണ്. നിങ്ങളുടെ വിജയത്തിന്റെ അടിസ്ഥാനം അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നുമാണ്. പിന്നെ അള്ളാഹു 3000 അല്ലെങ്കിൽ 5000 മലക്കുകളെ ഇറക്കുന്ന കാര്യം പറയുന്നത് ഇല്ലാ ബുശ്റാ ലക്കും വലിതത്മഇന്ന ഖുലൂബുകും ബിഹി, നിങ്ങളെ ഒന്ന് സന്തോഷിപ്പിക്കാനും നിങ്ങളുടെ മനസ്സുകളെ സമാധാനിപ്പിക്കാനും വേണ്ടിയാണ്. വമൻ നസ്റു ഇല്ലാ മിൻ ഇൻദില്ലാഹ്, സഹായം അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് മാത്രമാണ്. അള്ളാഹു സഹായം പല നിലയിലും ചെയ്യും. മലക്കുകളിലൂടെ മാത്രമല്ല, അള്ളാഹു തആല വേറെ വഴിയായിട്ടും പടച്ചവൻ സഹായിക്കും. ഉഹദിനെ പറ്റി അള്ളാഹു ശേഷമുള്ള ആയത്തിൽ പറയുന്നുണ്ട്, പടച്ചവൻ അവരുടെ മനസ്സിൽ ഉൾഭയം വിട്ടുകൊടുക്കുകയുണ്ടായി. വമൻ നസ്റു ഇല്ലാ മിൻ ഇൻദില്ലാഹ്, അതുപോലെ അള്ളാഹു ചിലപ്പോൾ നിങ്ങൾ എണ്ണത്തിലും വണ്ണത്തിലും കുറവാണെങ്കിലും ശത്രുക്കളുടെ കാഴ്ചയിൽ കൂടിയതായിട്ട് പടച്ചവൻ കാണിക്കും. അങ്ങനെയും അള്ളാഹു സഹായിക്കും.
وَمَا النَّصْرُ إِلَّا مِنْ عِنْدِ اللَّهِ الْعَزِيزِ الْحَكِيمِ. അറിയണം, സഹായം അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് മാത്രമാണ്. അൽ അസീസ്, അല്ലാഹു വലിയ പ്രതാപശാലിയാണ്. തീർച്ചയായും സത്യവിശ്വാസികളെ, അല്ലാഹുവിന്റെ മാർഗത്തിൽ ത്യാഗം ചെയ്യുന്നവരെ പടച്ചവൻ സഹായിക്കുക തന്നെ ചെയ്യും. അതിനോടുകൂടി അല്ലാഹു ഹക്കീമാണ്, തന്ത്രജ്ഞനാണ്. ഓരോ കാര്യങ്ങളും ചെയ്യേണ്ടതുപോലെ ചെയ്യുന്നവനാണ്. മലക്കുകളെ ഇറക്കേണ്ടത് എപ്പോൾ നന്നായിട്ട് തോന്നുമോ മലക്കുകളെ ഇറക്കും. മറ്റു വഴിയിലൂടെ സഹായിക്കൽ നന്നായിട്ട് തോന്നുമ്പോൾ അങ്ങനെ അല്ലാഹു സഹായിക്കും. എന്താണെങ്കിലും പടച്ചവൻ സഹായിക്കും. അതുകൊണ്ട് നിങ്ങളുടെ ദൗത്യം പടച്ചവന്റെ സഹായത്തിന് നിങ്ങൾ അർഹരായി തീരുക എന്നുള്ളതാണ്. ബദരീങ്ങളായ മഹാന്മാരെ പോലെ നിങ്ങൾ ഭയഭക്തി ഉണ്ടാക്കിയെടുക്കിൻ, സഹനതയുടെ ഗുണമുണ്ടാക്കിയെടുക്കിൻ. അല്ലാഹു തആല നിങ്ങളെ എന്നും സഹായിക്കുന്നതാണ്. ليقطع طرفا من الذين كفروا أو يكبتهم فينقلبوا خائبين. അടുത്തതായിട്ട് അല്ലാഹു തആല പോരാട്ടത്തിന്റെ ഫലത്തെപ്പറ്റി പറയുന്നു. നിങ്ങൾ പോരാടിയാൽ തീർച്ചയായും പടച്ചവൻ നിങ്ങളെ സഹായിക്കും. നിഷേധികളുടെ വിഷയത്തിൽ പടച്ചവന്റെ സമീപനം എന്തായിരിക്കും? രണ്ട് സമീപനമായിരിക്കും. ഒരു സമീപനം അല്ലാഹു അടുത്ത ആയത്തിൽ പറയുന്നുണ്ട്. ഇവിടെ അല്ലാഹുവിന്റെ നിഷേധികളുടെ വിഷയത്തിലുള്ള സമീപനത്തെ പറ്റി പറയുന്നു. ഒന്നുകിൽ പടച്ചവൻ അവരെ പരാജയപ്പെടുത്തും, അവരെ നാണം കെടുത്തും, അവരുടെ ലക്ഷ്യം സഫലമാകുകയില്ല, അവരുടെ ആഗ്രഹം പൂർണ്ണമാകുകയില്ല. അല്ലെങ്കിൽ അടുത്ത ആയത്തിൽ അല്ലാഹു പറയുന്നു, പടച്ചവന്റെ ആ നിഷേധികളെ ദീനിന്റെ വക്താക്കളാക്കും. മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സേവകന്മാരാക്കി മാറ്റും. അതിൽ ഒന്നാമത്തെ സമീപനത്തെ പറ്റി അല്ലാഹു പറയുന്നു, ليقطع طرفا من الذين كفروا. അല്ലാഹു തആല നിഷേധികളിൽ ഒരു വിഭാഗം ആളുകളെ മുറിച്ചു മാറ്റുന്നതാണ്. അല്ലാഹു തആല നിഷേധികളിൽ ഒരു കൂട്ടം ആളുകളെ ഇല്ലായ്മ ചെയ്യും. ബദറിൽ 70 വലിയ ആളുകളെ പടച്ചവൻ ഇല്ലായ്മ ചെയ്തു. ليقطع طرفا من الذين كفروا أو يكبتهم فينقلبوا خائبين. അല്ലെങ്കിൽ പടച്ചവൻ അവരെ നിന്ദരാക്കും. അവരാഗ്രഹിച്ചത് ഒരിക്കലും നടക്കില്ല. ഇസ്ലാമാകുന്ന വിളക്കിനെ ഊതിക്കെടുത്തണം, മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ആകുന്ന വസന്തത്തെ ഇല്ലായ്മ ചെയ്യണം, പടച്ചവന്റെ ദീനാകുന്ന പൂന്തോട്ടത്തെ നശിപ്പിക്കണം എന്ന കാര്യം ഒരിക്കലും നടക്കില്ല. ഫയൻഖലിബു ഖായിബീൻ. അങ്ങനെ അവർ നിരാശപ്പെട്ട് മടങ്ങുന്നതാണ്. അവരുടെ ആഗ്രഹം ഒരിക്കലും നടക്കില്ല. ഉഹദിൽ വിജയത്തിന്റെ അടുത്ത് വരെയും അവർ വന്നെത്തി. പക്ഷേ സഹാബികൾ ഉണർന്നെഴുന്നേറ്റു. അവർ ശക്തമായി അവർ പോരാടിയ സമയത്ത് നിഷേധികൾക്ക് മടങ്ങിപ്പോകേണ്ടി വന്നു. അവർ പോയതിനു ശേഷം പരസ്പരം വഴക്കുണ്ടാക്കി. ഒരു നല്ല അവസരം കിട്ടിയിട്ടും നിങ്ങൾ പാഴാക്കി കളഞ്ഞല്ലോ. വേറൊരു വിഭാഗം ആളുകൾ പറഞ്ഞു, അങ്ങനെ പാഴാക്കിയെങ്കിൽ നിങ്ങൾ പോയിട്ട് എന്തുകൊണ്ടാണ് പോരാടാഞ്ഞത്, ഞങ്ങൾ ജീവനം കൊണ്ട് ഓടിയതാണ് എന്ന് വേറൊരു വിഭാഗം ആളുകൾ അവർ പരസ്പരം വഴക്കുണ്ടാക്കി. ഒരിക്കലും നിഷേധികളായ ആളുകൾക്ക് അവരുടെ ആഗ്രഹം പൂർത്തീകരിക്കാൻ സാധിക്കുന്നതല്ല. കുറച്ച് മുസ്ലിം സമുദായത്തിന് ബുദ്ധിമുട്ടും പ്രയാസവും വരും.
അതിൽ അല്ലാഹു തആല ധാരാളം നന്മകൾ വെച്ചിട്ടുണ്ട്. ആ നന്മകൾ അടുത്ത ആയത്തുകളിൽ പറയുന്നുണ്ട്. എന്താണെങ്കിലും നിഷേധികളുടെ ഒന്നാമത്തെ അവസ്ഥ ഇതായിരിക്കും. ഒന്നുകിൽ അവരുടെ കുറേ ആളുകൾ കൊല്ലപ്പെടും, ഇല്ലാതാകും, ഇല്ലായ്മ ചെയ്യപ്പെടും. അല്ലെങ്കിൽ അവർ നിരാശപ്പെട്ട് മടങ്ങേണ്ടി വരും. ഒരിക്കലും അവരുടെ ആഗ്രഹം ദീൻ ഇല്ലാതാകണം, മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ലാതാകണം, മുസ്ലിം സമൂഹം മുഴുവനും നശിക്കണം, ഇത് നടക്കുന്നതല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരളി, ഞാൻ അള്ളാഹുവിനോട് ദുആ ചെയ്ത്, പടച്ചവനെ നീ ശത്രുക്കളെ ഞങ്ങളുടെ മേൽ അടിച്ചേൽപ്പിച്ച് സമുദായത്തെ പൂർണ്ണമായി ഇല്ലാതാക്കരുത്. അള്ളാഹു സമ്മതിച്ചു, ഇല്ലാതാക്കില്ല. ഭയങ്കരമായ ക്ഷാമമുണ്ടായി, സമുദായത്തെ മുഴുവനും കൊന്നുകളയരുത്. അള്ളാഹു പറഞ്ഞു, കൊല്ലുകയില്ല. മുസ്ലിം സമുദായം അന്ന് മുതൽ ഇന്ന് വരെയും ശത്രുക്കളുടെ കടുത്ത ശത്രുതയുടെ ഇടയിലൂടെയാണ് സഞ്ചരിച്ചു വന്നിരിക്കുന്നത്. അതുപോലെ നിരവധി തവണ പട്ടിണിയും പ്രയാസവും ദുഃഖവും ദുരിതവും ഉണ്ടായി. പക്ഷെ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ സമുദായം വീണ്ടും പഴയ നല്ല അവസ്ഥയിലേക്ക് തിരിച്ചു പോവുകയും ചെയ്തു. പിന്നെ പോരാടുന്നത് നിഷേധികൾക്ക് നഷ്ടം. ليقطع طرفا من الذين كفروا أو يكبتهم فينقلبوا خائبين. അള്ളാഹു അവരിൽ ഒരു വിഭാഗം ആളുകളെ ഒന്നെങ്കിൽ മുറിച്ചു മാറ്റുന്നതാണ്, അല്ലെങ്കിൽ പടച്ചവൻ അവരെ നാണം കെടുത്തി മടക്കുന്നതാണ്. ഫയൻഖലിബൂ ഖായിബീൻ, അങ്ങനെ അവർ നിരാശപ്പെട്ട് മടങ്ങുന്നതാണ്. ഇതാണ് ഈ ആയത്തിൽ രണ്ട് കാര്യങ്ങൾ. ഒന്ന്, സഹായം അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുമാണ്. നിങ്ങളെ പടച്ചവൻ സഹായിക്കും, നിങ്ങൾ നല്ല വഴിയിൽ ഉറച്ചു നിന്നാൽ. നിഷേധികളെ അള്ളാഹു തആല ഒന്നെങ്കിൽ അവരെ പടച്ചവൻ പരാജയപ്പെടുത്തും, അല്ലെങ്കിൽ അടുത്ത ആയത്തിൽ അള്ളാഹു പറയാൻ പോകുന്നു അവരെ നന്നാക്കും. അള്ളാഹു നമുക്ക് മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും തൗഫീഖ് നൽകുമാറാകട്ടെ.